ശ്രീ എ സജീവൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കണമെന്ന് സാധാരണ നിലയിൽ പൊതുജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുമ്പോൾ നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ശരി, കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിന് അനുസൃതമായി നമുക്കും ചില നിലപാടുകൾ എടുക്കാം എന്ന് ആലോചിക്കുമ്പോഴാണ് ഏത് കോടതിയുടെ നിലപാട് നമ്മൾ ബേസായി എടുക്കണം എന്നുള്ള സംശയം വരുന്നത്. നോക്കൂ, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനൊരു നിലപാട്, ഡിവിഷൻ ബെഞ്ചിനൊരു നിലപാട്, ഇപ്പോൾ ഇതാ വിജിലൻസ് കോടതിക്ക് മറ്റൊരു നിലപാട്. അപ്പോൾ ജേക്കു പറഞ്ഞതുപോലെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് അടിവരയിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വിജിലൻസ് കോടതിയുടെ ചില നിരീക്ഷണങ്ങളും പരാമർശങ്ങളും മാറുന്നത് എങ്ങനെയാണ്? അല്ല, നിയമം അറിയുന്ന ആരും ഇത് വ്യത്യസ്തമായ നിലപാടുകളാണ് എന്ന് പറയില്ല. ഒന്നാമത്തെ കാര്യം, വിജിലൻസ് കോടതി എടുത്തിട്ടുള്ള ജാമ്യാപേക്ഷയാണ്. ജാമ്യാപേക്ഷ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നതല്ല. ജാമ്യാപേക്ഷ ഒരാൾ ജാമ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട് അന്വേഷണ വിഭാഗം കൊടുക്കുന്ന അവരുടെ റിപ്പോർട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ കോടതിക്ക്, ഏത് കോടതിയാണെങ്കിലും ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്ന കോടതി അത് വെച്ചുകൊണ്ടാണ് പരിഗണിക്കുക. ഇപ്പോൾ ഇതിൽ തന്നെ SIT പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കുറ്റപത്രത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഈ വിജിലൻസ് കോടതിയിൽ കൊടുത്ത് സമർപ്പിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരാൾക്കെതിരെയുള്ള മുഴുവൻ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല. അത് സ്വാഭാവികമായ കാര്യമാണ്. കാരണം കുറ്റപത്രത്തിൽ വരേണ്ടത് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പേ അത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൊടുക്കേണ്ടതില്ല. ആ തരത്തിൽ ജാമ്യാപേക്ഷ കയ്യിൽ കിട്ടുന്ന വിജിലൻസ് കോടതിക്ക് തങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടേ പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഇദ്ദേഹത്തിനെതിരെ, തന്ത്രിക്കെതിരെ, അതായത് രാജീവർക്കെതിരെ ഉള്ള ഈ ആരോപണങ്ങൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുണ്ടാവില്ല. അത് ആ കോടതി പറയും. അത് ഒരു പക്ഷം മാത്രമാണ്. കോടതി ഈ കേസ് കൈകാര്യം ചെയ്യുന്ന, ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്ന കോടതി ആവണമെന്നില്ല. അത് അതേപോലെ തന്നെ ഇത് മേൽനോട്ടം വഹിക്കുന്ന കോടതി ആവണമെന്ന്. മേൽനോട്ടം വഹിക്കുന്ന കോടതി ഓരോ ഘട്ടത്തിലുമുള്ള അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങൾ കണ്ടുകൊണ്ട് അതിൽ അവരിതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ മുന്നോട്ടേക്ക് പോക്കൽ നോക്കിക്കൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ പരിഗണിക്കുക. അപ്പം ഓരോ കോടതികളും ഓരോ രീതിയിലാണ് ഈ കേസിനെ പരിഗണിക്കേണ്ടത്. പരിഗണിക്കാവുന്ന കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ വിജിലൻസ് കോടതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ തന്ത്രി പൂർണ്ണമായിട്ടും ഇതോട് കൂടിയിട്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്യാത്ത നിരുപദ്രവ പൂർണ്ണമായിട്ട് സത്യസന്ധനായിട്ടുള്ള ആളാണ് എന്നോ അദ്ദേഹം BJP ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ പെരുങ്കള്ളനാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അതിനി കോടതിയുടെ മുമ്പാകെ വന്നിട്ട് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇത് വെച്ചുകൊണ്ട് ഇപ്പം സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞുള്ള കാര്യം വെച്ചുകൊണ്ട് ഇദ്ദേഹം പൂർണ്ണമായിട്ടും സത്യസന്ധനാണ്. അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഈ തന്ത്രിക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ, പ്രത്യേകമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട് എന്ന് പറയുന്നത് അത് നിയമപരമായ കാര്യമല്ല. ഇപ്പോൾ സന്ദീപ് എന്നോട് പറഞ്ഞുള്ള കാര്യം, ഒന്ന്, സ്പീക്കർക്ക് പ്രത്യേക പദവിയുണ്ട്. അതായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള ചില അവകാശങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനോ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ പോലെയല്ല തന്ത്രിയുടെ കാര്യം. തന്ത്രി ഈ ദൈവത്തിൻ്റെ പിതൃതുല്യനായിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്നത് അത് ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഭരണഘടനാപരമായ കാര്യമേ അല്ല. അപ്പം അതുകൊണ്ട് തന്ത്രിക്ക് സ്പീക്കർക്ക് കൊടുക്കുന്ന പോലെയോ രാഷ്ട്രപതിക്ക് കൊടുക്കുന്ന പോലെയോ ഒക്കെയുള്ള പ്രത്യേക പദവികളുണ്ട് എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. അത് തെറ്റായ കാര്യമാണ്. അത് നിയമപരമായിട്ട് നിലനിൽക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു. ആ ജാമ്യം കിട്ടിയത് സ്വാഭാവികമാണ്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ SIT തെറ്റായിട്ടാണോ ഇദ്ദേഹത്തെ, ഈ തന്ത്രി പറയുന്ന പോലെ, ഞാൻ നേരത്തെ സർക്കാരിനെതിരെ നിലപാടെടുത്തു, സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഞാനൊരു നിലപാടെടുത്തപ്പോൾ അതിനോടുള്ള പ്രതികാരമാണ് ആയിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല. ആണെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ഈ കേസ് കൈകാര്യം ചെയ്യുന്ന കോടതിയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലും അല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ കുറ്റപത്രമായി സമർപ്പിക്കൽ മാത്രമാണ് അവരുടെ ചുമതലയുള്ളത്. അപ്പോൾ അവർ കുറ്റപത്രം സമർപ്പിക്കുന്നവരെ അതിന് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം, അറസ്റ്റ് ചെയ്യേണ്ട ആളുകൾ അറസ്റ്റ് ചെയ്യാം. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ആരായാലും അവരൊക്കെ ഉൾപ്പെടാം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അവർ ചെയ്യുന്ന ഫുൾ പ്രൂഫ് ആണ് എന്ന് പോലും ഞാൻ പറയുന്നില്ല. അത് ചെയ്യുന്ന ഫുൾ പ്രൂഫ് ആണോ അല്ലേ നോക്കാൻ ഇപ്പോൾ തന്നെ അതിന് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട്. ഹൈക്കോടതി മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ടേക്ക് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ
വിചാരണ കോടതിയിലേക്ക് വരുമ്പോൾ തെളിവുകൾ മാത്രമായിരിക്കും ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്ത്രി ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം, അല്ലെങ്കിൽ അപരാധിയായിരിക്കാം. അതൊക്കെ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു ജാമ്യാപേക്ഷ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ജാമ്യാപേക്ഷയ്ക്ക് മുമ്പാകെ വരുന്ന, കോടതിന് മുമ്പാകെ വരുന്ന രേഖ വെച്ചുകൊണ്ട് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു തെളിവില്ല എന്ന് കോടതി പറയുന്നതുകൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനാണെന്ന് പറയുന്നതിലോ കുറ്റക്കാരനാണ്. ഇപ്പം ഞാൻ രണ്ടിനോട് യോജിക്കുന്നത്. കാരണം ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ പെരുങ്കള്ളൻ എന്ന വാക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. കാരണം പെരുങ്കള്ളൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹം കളവ് നടത്തി എന്ന് കോടതി പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ സന്ദീപ് സന്ദീപ് ഉൾപ്പെടെയുള്ള UDFകാർ പറയുന്ന പോലെ ഇദ്ദേഹം പൂർണ്ണ നിരപരാധിയാണ്, ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. എന്താണ് കോടതിന് മുമ്പാകെ കാര്യങ്ങൾ വന്നില്ലല്ലോ, കേസ് മുന്നോട്ടേക്ക് വരട്ടെ, അപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുക. അതുവരെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അതും ഇതും പറയാം എന്നല്ലാതെ ഈ കേസിൻ്റെ വഴിത്തിരിവായിട്ട് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയുടെ വിധി ഉത്തരവുണ്ടല്ലോ, ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവ്, ആ ഉത്തരവിന് ഒരു സാങ്കത്യവും ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.